പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ നമ്മൾ ദൈവസന്നിധിയിൽ വലിയ ഒരു ആത്മീയ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ അനേക അസ്വസ്ഥതകൾ നമ്മളെല്ലാവരെയും വലയം ചെയ്യുമ്പോൾ ഈ അസ്വസ്ഥതകളെ പരിശുദ്ധാത്മ ശക്തിയാൽ ചാടിക്കടന്ന്, വചനമൊക്കെ പഠിപ്പിക്കുന്നത് കോട്ട ഞാൻ ചാടിക്കടക്കുമെന്നാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ, ശക്തിയാൽ നമുക്കുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും നമ്മൾ ചാടിക്കടക്കും. നമുക്ക് ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും സമർപ്പിക്കുക. പലതരത്തിലുള്ള തടസ്സങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. എന്താണോ നിന്റെ തടസ്സം, ആ തടസ്സത്തെ ദൈവസന്നിധിയിൽ ഉയർത്തുക. ആ തടസ്സത്തിന്റെ മുമ്പിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം, അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും തുറക്കുകയുമില്ല. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അത് ദൈവസന്നിധിയിൽ ഒരു സ്തുതിപ്പായും പ്രാർത്ഥനയായും ഉയർത്തുക. കർത്താവേ, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണമേ, പ്രതിസന്ധികൾ മാറ്റണമേ. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യനിധി ശേഖരവും നിനക്ക് നൽകും. ഓ കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവേ, അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. പഠിക്കേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. വിളിച്ച് വിളിച്ച് പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയ അഭിഷേകം ഉണ്ടാവും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ എതിർ ചിന്തകളും എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റട്ടെ. എന്റെ പ്രിയപ്പെട്ടവൻ ദൈവജനമേ, കരങ്ങൾ ഉയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും ഇതാ എടുത്തു മാറ്റുന്ന അഭിഷേക ശക്തിയാണ്. വചനത്തിന്റെ അഭിഷേകം നിന്നിൽ നിറയപ്പെടട്ടെ. നിന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന, വ്യക്തി ജീവിതത്തെ പീഡിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. ആരാധന, 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 ആരാധന കർത്താവേ. ആമേൻ. ഓ ദൈവമേ, ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ശക്തി, ആ ശക്തിയാൽ നമ്മൾ നമ്മുടെ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന വലിയൊരു അഭിഷേക ശുശ്രൂഷ സമയം. ഈ ശുശ്രൂഷ സമയത്ത് സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം.
കൈകളൊക്കെ കൂപ്പി അൾത്താരയിലേക്കൊക്കെ ഇങ്ങോട്ട് നോക്കിക്കേ, എന്നിട്ടൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നന്നായിട്ടൊന്ന് സ്തുതി കൊടുത്തേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് നമുക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ വലിയ ഒരു അഭിഷേക ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട വലിയൊരു അഭിഷേകത്തെ ഓർമ്മപ്പെടുത്തുന്ന വചനം അത് മക്കബായരുടെ പുസ്തകമാണ്. ഏത് പുസ്തകം? മക്കബായരുടെ പുസ്തകം, ബുക്ക് ഓഫ് മക്കബീസ്. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. സെക്കൻഡ് ബുക്ക് ഓഫ് മക്കബീസ് ചാപ്റ്റർ 8 വേഴ്സ് 18. 8-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് വചനം. കാണാതെ അറിയാവുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ? അറിയാൻ പാടില്ലാത്തവർ പഠിച്ചോ. നല്ല ഒന്നാന്തര വചനമാണ്. അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റിയൊരു വചനമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊത്തിരി പ്രതിസന്ധികളുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി അതെന്താണ്? പല പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ തളർന്നു പോകും. നമ്മൾ തളരാതിരിക്കാൻ എത്ര വലിയ ശത്രുക്കളെയും തിന്മകൾ വന്നാലും അതിനെ അതിജീവിക്കാൻ പറ്റിയ ഒരാത്മീയ ബലത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ ഈ ശക്തി മതിയെന്ന് കർത്താവ് നൽകുന്ന കൃപയെ, അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് എൻ്റെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ മുഴുവൻ സർവശക്തനിലാണ്. നമ്മുടെ ശത്രുക്കൾ ആശ്രയിക്കുന്നത് ആയുധ ബലത്തിലാണ് അല്ലേ? അവർക്ക് ആയുധബലമുണ്ട്, അവർക്ക് പാരമ്പര്യമുണ്ട്, അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് അധികാരമുണ്ട്, അവർക്ക് പണമുണ്ട്. നിനക്കാരുണ്ട്? സർവശക്തനായ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കൃപ നൽകുന്ന സർവശക്തനായ ദൈവം ഇന്ന് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിനക്കേത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവയെ നിനക്ക് അതിജീവിക്കാനുള്ളൊരു കൃപ നിനക്കുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 29-ാം തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 18 വേഴ്സ് 29. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ഇതാ സങ്കീർത്തകൻ ഒരു വാഗ്ദാനം നൽകുകയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും എന്ന് പറഞ്ഞാൽ നിന്റെ പ്രതിസന്ധി, നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥയെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ ചാടിക്കടക്കും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, വിശ്വസിക്കണം, എൻ്റെ പ്രതിസന്ധിയെ, ഈ കോട്ടയെ ഞാൻ ചാടിക്കടക്കും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട പുസ്തകം 11-ാം അധ്യായം 30-ാം തിരുവചനം: വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലത്തുവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. പഴയ നിയമത്തിൽ വായിച്ച് ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല തുറന്നു തരികയാണ്. ഇതാ ഇസ്രായേൽ ജനം, അവർ കാനാൻ ദേശത്തേക്കുള്ള യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ, ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന രംഗമാണ്. അവരതാ എത്തി നിൽക്കുന്നത് ജെറീക്കോ എന്ന് പറയുന്ന വലിയ ഒരു കോട്ടയുടെ മുമ്പിലാണ്. ജെറീക്കോ എന്ന വലിയൊരു കോട്ട. ഈ കോട്ടയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, നമ്മൾ പല മതിലുകളും കണ്ടിട്ടുണ്ട്, അതുപോലത്തെ ഒരു മതിലാണ് എന്നൊരു ചിന്തയാണ്. എന്നാൽ തെറ്റാണ്. ജെറീക്കോ നഗരം, പ്രിയപ്പെട്ടവരെ, അതിപുരാതനമായ ഒരു നഗരമല്ലേ? ഇതിൻ്റെ ഈ ഭിത്തിയെക്കുറിച്ച്, ഈ കോട്ടയെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം പറയട്ടെ. ഇതിന് 2 കോട്ടകളാണ്. അതിൻ്റെ പുറം ഭിത്തിയുണ്ട്. ആ പുറം ഭിത്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 20 അടി ഉയരം, 6 അടി വീതി. ഒന്ന് ചിന്തിച്ചേ, 20 അടി ഉയരം, 6 അടി വീതി, അപ്രകാരമുള്ള പുറത്തെ ഒരു കോട്ട. അതിനുശേഷം 12 അടി അകലം, അതിനുശേഷം 2ാമത്തെ ഭിത്തി, അതിനും ഇങ്ങനെയുണ്ട് 30 അടി ഉയരം, അതോടൊപ്പം
12 അടി വീതി. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണേണ്ടത് നമ്മൾ കണ്ടിട്ടുള്ള സാധാരണപ്പെട്ട ഒരു മതിലോ ഒരു കോട്ടയല്ല, അതിനപ്പുറം. ഇത് നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ വരേണ്ട ചിത്രം എന്താണെന്നറിയാവോ? അതിമാനുഷികമായ ഒരു പ്രതിസന്ധി, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോയെന്ന് എൻ്റെ അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ തടസ്സങ്ങളാണ്. ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം ഇതുപോലെ വലിയ ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ ഒരു വചനഭാഗം ഒന്ന് വായിച്ചേ. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങൾ വായിക്കുക. അതിശക്തമായൊരു ദൈവിക സന്ദേശമുണ്ട്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കേട്ടല്ലോ, നിന്റെ ജീവിതത്തിലെ വലിയ തടസ്സം, വലിയ കോട്ടയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യെസ്, നിന്റെ തടസ്സത്തെ കർത്താവ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. അത് അടുത്ത വചനം ശ്രദ്ധിച്ചോണേ. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലംപതിക്കും, നിങ്ങൾ നേരെ ഇരച്ചു കയറുക. ദേ കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് തലയ്ക്കകത്ത് തോന്നും ഇതെന്തൊരു പൊട്ടത്തരമാണ്. 6 ദിവസം ഈ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം, ദൈവം പറഞ്ഞിരിക്കുക. അപ്പോൾ നീ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? നീ നടക്കുമ്പോൾ തട്ടകസിച്ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിച്ചുകൊണ്ട് നടക്കണം, അതാണ് അർത്ഥം. ഇവരുടെ കയ്യിൽ എന്തുണ്ട്? വാഗ്ദാന പേടകമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യവുമായിട്ട് 6 ദിവസം നടക്കുക. 7-ാം ദിവസം 7 പ്രാവശ്യം വലം വയ്ക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യവുമായിട്ട് നടക്കുക. നിങ്ങളുടെ മുമ്പിൽ ഈ ജെറീക്കോ പട്ടണം ഇടിഞ്ഞു വീഴും. ഇതൊരു വാഗ്ദാനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിപ്പിക്കുന്നു അത് സംഭവിച്ചു. അങ്ങനെ എങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യമാണ് ജെറീക്കോ പട്ടണത്തിൻ്റെ തകർച്ച പഠിപ്പിക്കുന്ന കാര്യം. എന്താ ചെയ്യേണ്ടെന്നറിയോ? നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പല തടസ്സങ്ങളും നമുക്കുണ്ട്. ഈ തടസ്സങ്ങളുടെ മുമ്പിൽ നമുക്കൊരു ജെറീക്കോ പ്രാർത്ഥന ചെയ്യാൻ പറ്റും. ജെറീക്കോ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവുമല്ലോ, ജെറീക്കോ പ്രയർ. പല രീതികളിൽ അത് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാം ഈ ജെറീക്കോ പ്രാർത്ഥന. നമ്മുടെ കൃഷിയിടത്തിൽ നമുക്ക് ചെയ്യാം ഈ ജെറീക്കോ പ്രാർത്ഥന. അതിൽ ഒന്നാമത്തെ കാര്യം ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദൈവ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ്, അത് നിർബന്ധമാണ്. അതിന് ചെയ്യേണ്ട കാര്യം കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം, നമ്മളാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീടിന് ചുറ്റും നടന്നു പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിനുള്ളിൽ മുറിക്ക് ചുറ്റും നടന്നു പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ കൃഷിയിടത്തിന് ചുറ്റും നടന്നു പ്രാർത്ഥിക്കാൻ പറ്റും. ഇങ്ങനെ നടക്കുക, ഫിസിക്കലി നമ്മൾ പ്രസൻ്റ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് പറ്റാത്തവർ, ഇപ്പോൾ ദൂരങ്ങളിലുള്ളവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഫിസിക്കലി നടക്കാൻ പറ്റുന്നില്ല, നമുക്ക് ശാരീരികമായിട്ട് ഇന്ന സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല, സാരമില്ല. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ആയിരിക്കുന്നിടങ്ങളിൽ ആയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവ സാന്നിധ്യം. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ വിശ്വസിച്ച് അനുസരിക്കണം. 6 പ്രാവശ്യം 6 ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കണം. 7-ാം ദിവസം 7 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചില ദിവസങ്ങളും ചില മണിക്കൂറുകളും ഒക്കെ നൽകുകയാണ്. ഉദാഹരണത്തിന് നമ്മളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥനാ ശൈലിയിലുണ്ടാവും. 33 തവണ വിശ്വാസ പ്രമാണം ചെല്ലുന്നു, 9 ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ ചില വിശ്വാസ ശൈലികൾ നമുക്കുണ്ടാവും. എന്തിനാണ്? അതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ്. ജെറീക്കോ പട്ടണത്തിന് ചുറ്റും അന്ന് ഇസ്രായേൽ ജനം 1-2 പേരല്ല,
ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ച് നടന്നത്. പ്രിയപ്പെട്ടവർ, ഇന്നൊരു പക്ഷേ നിൻ്റെ വീട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ 2-3 പേരായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും അംഗങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദിവസങ്ങൾ കൂട്ടണം. ചില കാര്യങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നടപ്പിൽ വരുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് 6 ദിവസമല്ല, 7 ദിവസമല്ല, നിശ്ചിതമായൊരു ദിവസങ്ങൾ വെച്ച് നമ്മൾ കൃത്യതയോടുകൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഇത് പങ്കെടുക്കുമ്പോൾ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ: കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം, വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മൾ കൃത്യതയോടുകൂടെ ഇത്ര ദിവസം എന്നുള്ളത് പോലെ ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൈവസാന്നിധ്യം, നമ്മുടെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ അയൽ വീട്ടുകാരുമായിട്ട് നിങ്ങൾ വഴക്ക്, ഉടനെ തന്നെ അവരുടെ മുമ്പിൽ പോയി ആ വഴി കൂടെ നിങ്ങൾ അവർ കാണുക അവരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. കേട്ടല്ലോ? മറ്റൊരു മതസ്ഥരായിട്ടുള്ളവരായിരിക്കും, അവരുടെ മുമ്പിൽ പോയി അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചെയ്യരുത്. മറിച്ച് നമ്മുടെ പ്രാർത്ഥനാ ശൈലി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ വിശ്വാസ ചൈതന്യത്തെ വെളിപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കണ്ട, മറിച്ച് നിങ്ങളുടെ പറമ്പിൽ ഇപ്പോൾ ഒരു കൃഷിസ്ഥലം, ആ സ്ഥലത്ത് അസ്വസ്ഥത, പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ കൃഷിസ്ഥലത്തിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലാൻ പറ്റും. ഒരു സ്ഥലം വിൽക്കപ്പെടുന്നില്ല, സ്ഥലം വാങ്ങാൻ ആഗ്രഹം, എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥലത്തിന് ചുറ്റും നടന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥനാ രീതികൾ, ഇപ്പോൾ വീട്ടിനുള്ളിലൊക്കെ ആണെങ്കിൽ ഹന്നാം വെള്ളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാം, ധൂപക്കുറ്റി കത്തിച്ച് നമുക്ക് ആ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ജെറീക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതി. നിശ്ചിത ദിവസം, നിശ്ചിത നേരങ്ങളിൽ കുടുംബാംഗങ്ങൾ ഇന്ന നിയോഗത്തിന് വേണ്ടി അർപ്പിക്കുന്നൊരു പ്രാർത്ഥനാ രീതിയാണ്. പഴയ നിയമത്തിൽ എന്നെയും നിന്നെയും പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ രീതി വളരെ പവർഫുള്ളാണ്. എന്തിനുള്ളതാണ്? നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുത പ്രാർത്ഥനാ രീതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കബായരുടെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനാ രീതി വിശ്വസിച്ചോണം. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. അവർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. അവർക്ക് ആയുധമുണ്ട്, അവർക്ക് പാരമ്പര്യമുണ്ട്, അധികാരമുണ്ട്, പണമുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. നിനക്കാരുണ്ട്? സർവശക്തനായ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഇപ്രകാരം നിശ്ചിതമായൊരു പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ തടസ്സങ്ങൾ വഴിമാറും. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷ സമയത്തൊരു വലിയ ജെറീക്കോ പ്രാർത്ഥന പോലെ നമുക്ക് സ്വീകരിക്കാം. തുടർന്ന് ആരാധന ശുശ്രൂഷയാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ ഈ ആരാധനയ്ക്ക് സമർപ്പിച്ച്, കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം എന്നിൽ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച്, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജെറീക്കോ പട്ടണം കീഴടക്കി ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ,
ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്നെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്ന സർവശക്തനായ ദൈവം നിനക്ക് നൽകുന്ന വാഗ്ദാനം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ശക്തി. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചൊരു നിമിഷം ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്ന് എന്ത് പ്രതിസന്ധിയാണ്, എന്ത് തകർച്ചയാണ്, എന്ത് കോട്ടയാണ് നിന്നെ തകർക്കുന്നത്? ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ അവരുടെ യാത്രയെ തടയുന്ന ഒരു കോട്ട വന്നു, ജെറീക്കോ കോട്ട. എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ ആ കോട്ട തകർന്നു വീണു. ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള വലിയ തീരുമാനം. ദൈവമേ, അങ്ങയുടെ വാക്കിനാൽ ഞങ്ങളുടെ കുടുംബത്തെയും വ്യക്തിജീവിതത്തെയും ഇന്നോളം ഞങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ കോട്ടകളും തകർന്നു വീഴാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവേ, ഞങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കോട്ടകൾ തകർക്കപ്പെടാൻ, കർത്താവെ, കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന പാരമ്പര്യ രോഗങ്ങളുടെ കോട്ടകൾ, സാമ്പത്തിക തകർച്ചകളുടെ കോട്ടകൾ, ബന്ധ തകർച്ചകളുടെ കോട്ടകൾ ഈ ശുശ്രൂഷ സമയത്ത് തകർക്കപ്പെടാൻ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ദൈവജനം ഒരുമിച്ച് കൈയടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയക്കോടി. വചനമാം വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയക്കോടി. വചനമാം വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ശത്രുവിൻ കോട്ടകൾ ഇതാ നിങ്ങളുടെ മേൽ ഉയരട്ടെ യേശുവിൻ ജയക്കോടി, കെട്ടുകളഴിയുന്നു. വചനമാം വാളെടുത്ത് എതിർക്കുവിൻ, സാമ്പത്തിക ദുരിത പീഡകൾ യേശുവിൻ നാമത്തിൽ. ശാരീരിക രോഗപീഡകളുടെ യേശുവിൻ നാമത്തിൽ. കർത്താവേ, മഹത്വം മഹത്വം യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ദൈവമേ, ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു കർത്താവേ. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പഠിപ്പിച്ചില്ലേ? അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. എന്നാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ ദേശത്തിൻ്റെ മേലും ഏതെല്ലാം തകർച്ചകളുണ്ടോ, തിന്മയുടെ കോട്ടകളുണ്ടോ, അതിനെല്ലാം തകർക്കാൻ ശക്തിയും ബലവും ഈ ആരാധനയുടെ ആശീർവാദം നൽകും. സന്തോഷത്തോടെ കൈകൾ കൂപ്പി നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ